മലയാളത്തിൻ്റെ മാർവൽ സിനിമ, മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ സിനിമ, അതാണ് ലോക. ഡൊമിനിക് അരുൺ സംവിധാനം നിർവഹിച്ച് നിമിഷ് രവിയുടെ ക്യാമറ കണ്ണുകളിലൂടെ അതിവിശാലമായൊരു ലോകം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് സിനിമ കാണാൻ സാധിച്ചത്. വളരെ മികച്ച ഫ്രെയിമുകൾ, ഓരോ മിനിറ്റിലും ട്വിസ്റ്റുകളും, ഓരോ മിനിറ്റിലും നമ്മൾ മലയാള സിനിമയാണോ കണ്ടിരിക്കുന്നത്, ഇതൊരു ഹോളിവുഡ് സിനിമയാണോ, അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ലോകയ്ക്കുള്ളത്. കല്യാണി പ്രിയദർശനും നസ്ലിനും അടങ്ങുന്ന താരനിര, നിരവധി ക്യാമിയോ കഥാപാത്രങ്ങളുള്ള താരനിര സത്യത്തിൽ 100% സിനിമയോട് നീതി പുലർത്തിയിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ എക്സ്പെരിമെൻ്റ് ആണ് സത്യത്തിൽ ലോക. ഇതൊരു ലോക ഈസ് എ യൂണിവേഴ്സ്. അതിൽ ചന്ദ്ര എന്ന ചാപ്റ്ററാണ് കണ്ടത്. നമ്മൾക്ക് സ്ഥിരമായി നമ്മൾ കേൾക്കുകയും കാണുകയും കുട്ടിക്കാലങ്ങളിൽ കഥകളിലൊക്കെ കേട്ടുള്ള നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയും നമ്മുടെ ചാത്തന്മാരും മറുത, ഈ കഥകളിൽ നിന്നിരുന്ന കഥാപാത്രങ്ങൾ അത് സൂപ്പർ ഹീറോകളായി വന്നാൽ എങ്ങനെ ഇരിക്കും? അവർ നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ നിന്നും പിന്നീട് ഓരോ കാലഘട്ടം അനുസരിച്ച് ജെൻസിയുടെ കാലഘട്ടം വരെ എത്തി നിൽക്കുന്ന അവരൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കൊരു സൂപ്പർ സ്റ്റാർ പരിവേഷം കിട്ടിയാൽ എങ്ങനെയായിരിക്കും? നമ്മൾ സാധാരണക്കാർ ചിന്തിക്കാത്ത തരത്തിൽ അസാധാരണമായി ചിന്തിക്കുന്ന ആളുകളാണ് അസാധാരണമായ മികച്ച കലാമൂല്യമുള്ള ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ കലാകാരന്മാർ. അപ്പോൾ ഇവിടെയൊക്കെ നിമിഷ് രവിയുടെ ക്യാമറയെക്കുറിച്ചും ജെക്സ് ബിജോയുടെ BGM കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും ഡൊമിനിക് അരുണിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അധികം ആളുകളും സംസാരിക്കാതെ പോകുന്നൊരു ലേഡി സൂപ്പർ സ്റ്റാർ ഈ സിനിമയുടെ പിറകിലുണ്ട്. ശാന്തി ബാലചന്ദ്രൻ. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശാന്തി ബാലചന്ദ്രനാണ്. നമുക്കറിയാം, തരംഗം എന്ന് പറയുന്നൊരു സിനിമയിലൂടെ ടൊവിനോയുടെ നായികയായാണ് മലയാള സിനിമയിൽ 2017 ശാന്തി ബാലചന്ദ്രൻ അഭിനയിക്കാൻ വരുന്നത്. നമുക്ക് വളരെ സുപരിചിതമായൊരു മുഖം, മലയാളികളുടെ ഒരു മുഖം. അതുമാത്രമല്ല, ശാന്തി തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ ആളുകൾ ഓർത്തിരിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ഡസ്കി സ്കിന്നുള്ള സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് മലയാള സിനിമയ്ക്ക്. അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലുക്ക് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാൾ ഇന്ന് മലയാള സിനിമയുടെ ലുക്ക് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശാന്തി ബാലചന്ദ്രനാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ അത്രയൊന്നും അധികം ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അത്ര മികച്ചൊരു, എത്ര നല്ല കഥയുണ്ടെങ്കിലും, എത്ര നല്ല പാട്ടുകളുണ്ടെങ്കിലും, എത്ര നല്ല ഛായാഗ്രഹനുണ്ടെങ്കിലും ഒക്കെ മികച്ച ഒരു സിനിമയുടെ അടിത്തറ, അതിൻ്റെ സംവിധാനവും അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒന്നാണ് മികച്ച തിരക്കഥയും. അത് വളരെ കൃത്യമായി ശാന്തി ബാലചന്ദ്രൻ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫൺ എലമെൻ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ത്രില്ലറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇതെങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മലയാള തനിമയുള്ള കഥാപാത്രങ്ങളെ, കെട്ടുകഥകളിലെ കഥാപാത്രങ്ങളെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു എക്സ്പെരിമെൻ്റാണ്. അത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പാളിപ്പോകാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ കാശ് മുടക്കി ഇറക്കി കൃത്യമായ ആളുകളെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് അത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നുള്ളിടത്ത് ആ തിരക്കഥയുടെ വിജയമാണ് യഥാർത്ഥത്തിൽ. എവിടെ കഥ നടക്കുന്നു, അതിൻ്റെ ആംബിയൻസ് എത്ര വേണം, ക്യാമറ മൂവ്മെൻറ്റ്സ്, അതായത് ഒരു മനുഷ്യ ശരീരത്തിന് ഒരു അസ്ഥികൂടം ഉണ്ടെങ്കിൽ ഒരു സിനിമയുടെ സ്കെൽറ്റനാണ് സത്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആത്മാവും കോറുമാണ് ആ സിനിമയുടെ കഥ കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. കഥയെ ആളുകളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ തിരക്കഥ എന്ന് പറയുന്ന ഒരു മാജിക്കിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ശാന്തി ബാലചന്ദ്രൻ അസാധ്യമായി ചെയ്തിട്ടുണ്ട്. അത് ശാന്തി ബാലചന്ദ്രനെ പോലെയുള്ളൊരു യങ്സ്റ്റർ അത് ചെയ്യുമ്പോൾ 90s കിഡ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ശാന്തി ബാലചന്ദ്രൻ ഈ കഥകൾ കേട്ട് വളർന്ന ഒരാളാണ്. ഇന്നത്തെ ജനറേഷൻ്റെ കാര്യങ്ങളും അറിയാം. അതൊക്കെ വളരെ കൃത്യമായി ഈ സിനിമയിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. തിരക്കഥയിൽ ഒരിടത്ത് പോലും നമുക്കൊരു ലാഗിങ്ങോ, സാധാരണഗതിയിൽ തിരക്കഥ വളരെ മോശമാകുമ്പോൾ നല്ല കഥയും നല്ല സംവിധാനവും ഉണ്ടെങ്കിലും സിനിമകൾ പാളിപ്പോകാറുണ്ട്. അപ്പോൾ തിരക്കഥയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ലാഗിങ് ഇല്ല, തിരക്കഥയിൽ ഏതെങ്കിലും ഒരിടത്ത് പോലും വീഴ്ചകളില്ല, തിരക്കഥയിൽ ഏതെങ്കിലും ഒരിടത്ത് മനുഷ്യനെ രസിപ്പിക്കാതിരിക്കുന്നില്ല. അങ്ങനെ പ്ലെയിനായി പോകുന്ന യാതൊന്നുമില്ല. ഇതൊരു യൂണിവേഴ്സാണ്. ഇനിയും ഇതിൻ്റെ ഓരോ ചാപ്റ്ററുകളായി വരുമ്പോൾ മാത്രമാണ് ആകത്തുകയിൽ ഈ കഥ മനസ്സിലാവുന്നത്. പക്ഷേ മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കാണ് സത്യത്തിൽ ശാന്തി ബാലചന്ദ്രൻ്റെ ഈ തിരക്കഥ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ എന്തായാലും കല്യാണി പ്രിയദർശനെ കുറിച്ച് കൂടി പറയാതെ പോകാൻ സാധിക്കില്ല. കല്യാണി പ്രിയദർശൻ, അതായത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ എഴുതാൻ കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെൻസ് ഉള്ള സിനിമകളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അഭിനയിക്കാൻ ബോളിവുഡിൽ നിന്നോ മറ്റ് ഭാഷകളിൽ നിന്നുള്ള നടിമാരെയൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. പക്ഷേ മലയാളിയായ പ്രിയദർശൻ്റെ മകളായ കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ വേറൊരാൾ നമുക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ അതിനൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല. അങ്ങനെ വളരെ കൃത്യമായി വളരെ മികച്ച രീതിയിലൂടെ വളരെ മികച്ച ആക്ഷൻ രംഗങ്ങളും ഒക്കെ ചെയ്യാൻ കല്യാണി പ്രിയദർശൻ്റെ ഒരു ഫിസിക്,
അവരുടെ ഒരു ക്യാമറ അപ്പിയറൻസ് എല്ലാം വളരെ മികച്ച രീതിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ രണ്ട് താരങ്ങൾ, ഒന്ന് കല്യാണി പ്രിയദർശൻ്റെ സിനിമകളെ അങ്ങനെ ആസ്വദിക്കുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ, അങ്ങനെ അഭിനയിക്കാൻ വലിയ പാഠവുമുള്ളതായി തോന്നിയിട്ടുമില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് കൃത്യമാണ് കല്യാണി പ്രിയദർശൻ. അതുപോലെ തന്നെ ശാന്തി ബാലചന്ദ്രൻ എന്ന് പറയുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി ലോകയിൽ കൂടി തിരിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നു ശാന്തി ബാലചന്ദ്രൻ്റെ ഏറ്റവും വലിയ കരുത്തിരിക്കുന്നത് എഴുത്തിൽ തന്നെയാണ്. അത് വളരെ വ്യക്തമായി ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ലോക ടീമിന് ആശംസകൾ.